വെൽക്കം ബാക്ക് സെഡ് ഗെയിമേഴ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് യൂസ്ഡ് ഐഫോൺസ് എടുക്കുന്നവർ എന്തെല്ലാം ശ്രദ്ധിക്കണം, എങ്ങനെ ശ്രദ്ധിച്ചെടുത്താലാണ് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ ഐഫോൺ എടുക്കുന്നത് നല്ലതാണോ, അത് എടുത്തിട്ട് വെറുതെ പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നതാണ്. ഞാൻ സെഡ് ഗെയിമേഴ്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള കാര്യം ഐഫോൺ 11 താഴേക്കുള്ളത് കൂടുതൽ നിങ്ങൾ എടുക്കാതിരിക്കുക. ഐഫോൺ 11 മുതൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഐഫോൺ താഴേക്കും കുഴപ്പമുള്ള മോഡലാണ് എന്നല്ല, അതിന് ക്യാമറ അങ്ങനത്തെ ഒറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും 11 അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നിങ്ങൾ എടുക്കുമ്പോൾ ഐഫോണിൻ്റെ മോഡലും സ്റ്റോറേജ് ചെക്ക് ചെയ്യണം. ഐഫോൺ 11 തന്നെ 64 GB അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മിനിമം 128 എടുക്കണം. അത് എല്ലാ ആപ്പുകൾ കൊണ്ട് വരുമ്പോൾ ഇത് വരും. പിന്നെ ബാറ്ററി ഹെൽത്ത് എപ്പോഴും നിങ്ങൾ നോക്കണം. ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 80% 85% ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ബാറ്ററി തന്നെയാണ്. 90% ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും മികച്ചൊരു ബാറ്ററി, നല്ലൊരു ബാറ്ററി തന്നെയാണ്. 95 എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഫോൺ കണ്ണും പൂട്ടിയെടുക്കാം ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ 80ൻ്റെ അടിക്ക് അല്ലെങ്കിൽ 60ൻ്റെ അടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാറ്ററി മാറ്റേണ്ടി വരും, ആ ഒരു പ്രശ്നം ഉണ്ടാവും, ബാറ്ററി ചാർജ് നിൽക്കില്ല. പിന്നെ ഡിസ്പ്ലേ ഒറിജിനൽ ആണോ ഇനി മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം. അതിന് സെറ്റിങ്സിൽ പോയി നോക്കാൻ വേണ്ടി പറ്റും. ഫേസ് ID അല്ലെങ്കിൽ ടച്ച് ID ഒക്കെ നിങ്ങൾ മാറ്റണം, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയരുത്. പിന്നെ സ്പീക്കറും മൈക്കും ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ വാങ്ങരുത്. സ്പീക്കർ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി, നിങ്ങൾ കേൾക്കുന്ന വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക്കിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു സ്പീക്കറിൻ്റെ ക്വാളിറ്റി നോക്കണം. പിന്നെ മൈക്ക് ടെസ്റ്റ്, നിങ്ങൾ കേൾക്കുന്ന വോയിസ്, ചെയ്യുന്ന കോളിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മൈക്കിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ടോൺ ബ്രൈറ്റ്നസ് നോക്കണം. കാരണം ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് നമ്മൾ ഈ ഐഫോണിൻ്റെ ഒരു iOS-ൻ്റെയൊക്കെ തീം ഭയങ്കര കുറഞ്ഞു ഡിമ്മായതുപോലെ കാണും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ക്യാമറ ഒറിജിനൽ ആണോ, ഈ ക്യാമറ ലെൻസോടെ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഈ സിം ടെസ്റ്റ്, ഈ സിം ആണോ നെറ്റ്വർക്ക്, സാധാ സിം ആണോ എന്നൊക്കെ നോക്കാം. വാട്ടർ ഡാമേജ് ചെക്ക് ചെയ്യണം. വാട്ടർ ഡാമേജ് എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ സിം സ്ലോട്ട് നമ്മൾ ഊരി നോക്കിയാൽ അവിടെ വൈറ്റോ സിൽവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. അത് റെഡ് ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡാമേജ് ഉള്ളതാണ്, നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ സെഡ് ഗെയിമേഴ്സ്.